ഓരോ തവണ പൈസ അയക്കുമ്പോഴും ക്യാഷ് ബാക്ക് കിട്ടിയാലോ. ഇതൊരു അടിപൊളി ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ തുടക്കകാലത്തൊക്കെ ഗൂഗിൾ പേ ഇതുപോലെ ഓരോ ട്രാൻസാക്ഷനും സ്ക്രാച്ച് കാർഡും ക്യാഷ് ബാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വല്ലപ്പോഴൊക്കെ ക്യാഷ് ബാക്ക് കിട്ടിയാലായി. അതാണ് ഗൂഗിൾ പേയുടെ അവസ്ഥ. എന്നാൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. ഓരോ തവണ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും അതുപോലെ ബില്ല് പേ ചെയ്യുമ്പോഴും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ആപ്പിൽ നിന്ന് ക്യാഷ് ബാക്ക് കിട്ടുക നോക്കുക, അത് ഞാൻ കാണിച്ചു തരാം. നേരെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് പേ ടു മൊബൈൽ നമ്പർ, അതുപോലെ സ്കാൻ ആൻഡ് പേ, അങ്ങനെ പല ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. താഴത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിൽ പേയ്മെൻറ്റ് അതിന് ഓപ്ഷനൊക്കെ കിട്ടുന്നതാണ്. ഞാൻ ഇവിടെ ഒരു മൊബൈൽ നമ്പറോട് ക്യാഷ് അയക്കുകയാണ്. ക്യാഷ് അയക്കുന്ന സമയത്ത് ക്യാഷ് അയച്ച ഉടനെ തന്നെ ഒരു സ്ക്രാച്ച് കാർഡ് കിട്ടും. ഒരു സ്ക്രാച്ച് കാർഡ് താഴത്തോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ടാപ്പ് ചെയ്യാൻ ജസ്റ്റ് സ്ക്രാച്ച് ചെയ്യുന്നു. സ്ക്രാച്ച് ചെയ്യുന്ന അവിടെ തന്നെ കാണാം ഒരു കോയിനായിട്ടാണ് കിട്ടുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ 10 കോയിൻ എന്ന് വെച്ചാൽ ഇവിടെ ഒരു രൂപയാണ്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ എന്തായാലും ഒരു 5 രൂപ, അതായത് 50 കോയിൻസ് കിട്ടും. അപ് ടു 1000 കോയിൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഒരു 5 രൂപ എന്തായാലും കിട്ടും. പിന്നെ ഓരോ തവണ ഇതുപോലെ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ 5 രൂപ, 10 രൂപ, 4 രൂപ, 2 രൂപ അങ്ങനെയൊക്കെ കിട്ടുന്നതാണ്. ഈ ആപ്പിൻ്റെ പേര് വരുന്നത് നാവി എന്നാണ്. കുറേ പേർക്ക് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ പ്ലേ സ്റ്റോർ കയറിയിട്ട് നാവി സെർച്ച് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുവഴി ഓപ്പൺ ചെയ്യാവുന്നതാണ്. ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്പർ കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ശേഷം ഒ ടി പി കൊടുത്തിട്ട് ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു ഹോം പേജിലോട്ട് പോകും. അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ നോർമലി ഗൂഗിൾ പേ എങ്ങനെയാണ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. മൊബൈലിലേക്ക് അയക്കാനും സ്കാൻ പേ അങ്ങനെയൊക്കെ. സോ ഞാനിവിടെ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്യാം. മൊബൈലിലേക്ക് അയക്കുന്നത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു നമ്പർ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കണം. അതിലോട്ട് 50 രൂപ അയക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വെരിഫൈ ചോദിക്കുന്നുണ്ട്. വെരിഫൈ കൊടുക്കുക. വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയാലും നേരെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക. ബാങ്ക് അക്കൗണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ കാർഡിൻ്റെ ഒന്നും ആവശ്യം വരാൻ ചാൻസ് ഇല്ല. UPI ID വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഗൂഗിൾ പേ PayTM ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് UPI ID വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി കയറി പോകും. പിന്നെ മാത്രമല്ല ജസ്റ്റ് ആ ക്യാഷിൻ്റെ ഒരു UPI ID പിന്നുണ്ടല്ലോ, ആ പിന്നെ നിങ്ങൾ ഗൂഗിൾ പേയിൽ ഏതാണ് യൂസ് ചെയ്യുന്നത് അതന്നെ അടിച്ചു കൊടുത്താൽ അതിനെ കയറി പോകും. പൈസ അയക്കാൻ പറ്റുന്നതാണ്. പൈസ അയച്ചു കഴിഞ്ഞാൽ അവിടെ നേരെ സ്ക്രാച്ച് കാർഡ് വരും, സ്ക്രാച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കുറേ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓരോരോ കാർഡ് ഇങ്ങനെ കിട്ടും. മിക്കവാറും ഒരു 60-70% ടൈമിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ക്യാഷ് ബാക്ക് കിട്ടും. ചില സമയത്ത് കിട്ടാറില്ല. ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം ആയിരിക്കും. എങ്കിലും സ്ക്രാച്ച് കാർഡ് കിട്ടും. അത് പോട്ടെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് എങ്ങനെയാണ് ഇത് റിഡീം ചെയ്യാന്ന് ചോദിച്ചാൽ നേരെ ഹോം പേജ് എടുക്കുക. ഹോം പേജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ മുകളിലായിട്ട് ഒരു കോയിൻ്റെ ഐക്കൺ ഉണ്ടായിരിക്കും. നമുക്ക് കിട്ടുന്ന ആ ഒരു കോയിൻ്റെ ഐക്കൺ മുകളിലായിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നുണ്ടായിരിക്കും ജസ്റ്റ് ആ ഒരു നമുക്ക് റിഡീം ചെയ്യാനുള്ള സ്വിച്ച് അവിടെ ഉണ്ടായിരിക്കും. ആ ഒരു ബട്ടൺ ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആവും. മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് 5 രൂപയിൽ മിനിമം ആവണം. അതെങ്ങനെയൊക്കെ ആവും. എങ്ങനെയായാലും ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ എന്തായാലും 5 രൂപ ആയിരിക്കും. നിങ്ങൾക്ക് എക്സ്ട്രാ എമൗണ്ട് കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിലുണ്ട് ഓപ്ഷന്. അതുപോലെ KYC കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ എക്സ്ട്രാ ആയിട്ട് 2500 കോയിൻസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറച്ചൊരു നല്ലൊരു എമൗണ്ട് അതിനും കിട്ടും.